മലപ്പുറത്തും പൊന്നാനിയിലും പോളിംഗ് കുറഞ്ഞത് ലീഗ് വോട്ടുകൾ കുറഞ്ഞത് കൊണ്ടല്ലെന്ന് ലീഗ് നേതാക്കൾ. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും UDFന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും മാധ്യമങ്ങളോട് പറഞ്ഞു. CPM സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ദിവസം നടത്തിയ അവലോകനത്തിൽ പോലും മലപ്പുറവും പൊന്നാനിയും വിജയസാധ്യതയുള്ളതായി അവർ പറയുന്നില്ല. ഇവിടങ്ങളിൽ ജയപരാജയം ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. വേണമെങ്കിൽ ഭൂരിപക്ഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. വടകരയിലെ വർഗീയ പ്രചാരണം നടത്തിയെന്ന് പറയുന്നത് അസംബന്ധമാണ്. ലീഗ് പ്രവർത്തകർ ഒരിക്കലും അത് ചെയ്യില്ല. ആരും അത് വിശ്വസിക്കാനും പോകുന്നില്ല. വനിതകളെ കാര്യമായി പരിഗണിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൽ വനിതാ പ്രാതിനിധ്യം ആദ്യമേ ഉണ്ട്. MSFലും നേരത്തെ ഉള്ളതാണ്. ഇപ്പോൾ യൂത്ത് ലീഗിലും വനിതാ പ്രാതിനിധ്യം സാധ്യമായിട്ടുണ്ട്. EP ജയരാജൻ ജാവേദ്കർ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയമൊക്കെ കുറെ ചർച്ച ചെയ്തതാണ്. ഇതിലെ വിശദീകരണമൊക്കെ അവരോട് ചോദിക്കുന്നതാണ് നല്ലതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമല്ലോ. ഈ ഭൂരിപക്ഷം വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതല്ലാതെ ജയപരാജയം LDF പോലും ക്ലെയിം ചെയ്യുന്നില്ല. LDF പോലും ക്ലെയിം ചെയ്യാത്തൊരു കാര്യം നമ്മളിപ്പോൾ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ വടകരയിൽ വലിയ വർഗീയ ചേരിതിരിവുണ്ടാക്കി അത് മുസ്ലിം ലീഗ് പ്രവർത്തകർ അവിടുത്തെ ആണ് ഉണ്ടാക്കിയതെന്നുള്ളത് CPMന്റെ ആരോപണം. അത് വലിയ പഴയ നാദാപുര കലാപത്തൊക്കെ കൂട്ടിപ്പിടിച്ചിട്ടാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള വർഗീയ പ്രചാരണം അവിടെ നടന്നിട്ടുണ്ട്. ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ലീഗിൻ്റെ പ്രവർത്തകർ വിഭാഗീയ വർഗീയ പ്രചരണം ഒരു കാലത്തും നടക്കൂല. ഞങ്ങൾ അത്തരം കാര്യങ്ങൾക്കെതിരായി ഫൈറ്റ് ചെയ്ത് നിന്ന് രാഷ്ട്രീയം പിടിച്ചു നിർത്തുന്നവരല്ലേ. പിന്നെ എങ്ങനെ നമ്മളത് നടത്തിയാൽ ഞങ്ങളെ കഥ പോയില്ലേ. മറ്റു വലിയ ചൂടേറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും അയോധ്യ സമരം ബാബരി മസ്ജിദ് ശേഷം പോലും വർഗീയ പ്രചരണത്തിന് പലരും ഇറങ്ങി. അപ്പോൾ പലരും അവരെ പിന്തുണച്ചു. പക്ഷേ അപ്പോഴും ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് നിന്നവരല്ലേ. ഞങ്ങളൊരിക്കലും വർഗീയ പ്രചരണം അത് സാമാന്യ ജനങ്ങൾ പറഞ്ഞാൽ വിശ്വസിച്ചില്ല. പിന്നെ ഇത് ആ ഇലക്ഷനിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കുക. ഞങ്ങളൊരു പ്രവർത്തകരും അത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല, ഒരു കാലത്തും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഉറപ്പുള്ള വിശ്വാസം. ലീഗിനെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസമുണ്ട്. കാരണം ഞങ്ങൾ ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയപ്പോഴൊക്കെ തന്നെ അവിടെ ഞങ്ങൾക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് വോട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഉള്ള നല്ലൊരു സഹകരണവും സ്വീകാര്യതയും. കാരണം അവരുടെ മുഖഭാവങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഈ മുസ്ലിം ലീഗിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യതയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ട് മുസ്ലിം ലീഗിൻ്റെ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും എല്ലാം ആ ഒരു പ്രാമുഖ്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു വലിയ സ്വീകാര്യത എല്ലായിടത്തും ലീഗിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായൊരു കാര്യമാണ്. CCN മലപ്പുറം.